നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതം എപ്പോഴും വ്യത്യസ്തമായി കൊണ്ടിരിക്കും എന്നതാണ് വാസ്തവം. എന്നാൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും ഇതേക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യത്തേത് ലക്ഷ്മി സമേതനായ വെങ്കടാചലപതിയുടെ ചിത്രവും രണ്ടാമത്തെ ചിത്രം വെങ്കടാചലപതിയുമാകുന്നു. ഇത്തരത്തിൽ തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇഷ്ടദേവതയെ അല്ലെങ്കിൽ തിരുപ്പതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇന്നേ ദിവസം നടത്തുന്നതായ വിശേഷാൽ ശ്രീകൃഷ്ണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്താവുന്നതാണ്. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ ലക്ഷ്മി സമേതനായ വെങ്കടാചലപതിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിശ്ചയദാർഢ്യമുള്ളവരാണ് നിങ്ങൾ. ഉറച്ച മനസ്സ് നിങ്ങൾക്കുണ്ട്. എന്നാൽ പലപ്പോഴും അത് കൈമോശം വരുന്നു എന്നതാണ് വാസ്തവം. പല അവസരങ്ങളിലും നിങ്ങൾ പതറിപ്പോകുന്നു. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരും അതിനു വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവരുമാണ് നിങ്ങൾ. ശ്രദ്ധയുള്ളവരാണ് എന്ന് തന്നെ പറയാം. എല്ലാ കാര്യവും എളുപ്പത്തിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നതായ വ്യക്തികൾ. എന്നാൽ പലപ്പോഴും അതിനിവർക്ക് സാധിക്കണം എന്നില്ല. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വെങ്കടാചലപതിയുടെ കടാക്ഷത്താൽ, ലക്ഷ്മി ദേവി കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില അത്ഭുതകരമായ കാര്യങ്ങളും വന്ന് ഭവിക്കാൻ പോകുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മത്സരബുദ്ധിയോടെ തന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ്. മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കുകയും ലക്ഷ്യബോധത്തോടെ തന്നെ പ്രവർത്തിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ നിങ്ങൾ പരാജയം രുചിച്ചതായ പല കാര്യങ്ങളിലും വിജയം നേടുവാൻ ഇനി സാധിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും വിജയത്തോടെ തുടങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. എല്ലാ കാര്യവും എളുപ്പത്തിൽ ചെയ്ത് തീർക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. എന്നാൽ അത് പലപ്പോഴും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന വിഷമം നിങ്ങൾക്കുണ്ട്. എന്നാൽ ശ്രദ്ധയോടെ സ്വാമിയെ ഭജിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനായാസം സാധിക്കും എന്ന കാര്യവും ഓർക്കുക. നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ പല കഴിവുകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ തന്നെ പ്രവർത്തിക്കേണ്ട ദിവസങ്ങൾ തന്നെയാണ് വന്നു ചേരുക. അതിനാൽ ശ്രദ്ധ അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തോട് വല്ലാത്ത ഒരു അഭിനിവേശം തോന്നുന്നതായ വ്യക്തികളാണ് നിങ്ങൾ. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യവും ഓർക്കുക. ഇത് ധനപരമായോ അല്ലെങ്കിൽ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം പകരുന്നതോ ഉയർച്ച നൽകുന്നതോ ആയ കാര്യമാകുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. അമിതമായ മാനസികപരമായ സംഘർഷങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. അത് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ എപ്രകാരം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാം, എപ്രകാരം ഈ ദോഷകരമായ ഫലങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കും. സ്നേഹത്താൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുന്നതായ വ്യക്തികളാണ് നിങ്ങൾ. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിവുള്ളവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയാകുന്നു. അത് നിങ്ങളുടെ മനസ്സിന്റെ പ്രത്യേകതയാണ്, അഥവാ നല്ല മനസ്സിനാലാണ് എന്ന് തന്നെ പറയാം. മറ്റുള്ളവരുടെ ദുഃഖം പലപ്പോഴും സഹിക്കാൻ വയ്യാതെ പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുകയും ഭാവിയിൽ അത് നിങ്ങൾക്ക് തന്നെ അബദ്ധമായി തീരുന്നതായ അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അവരാൽ നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾക്ക് ഒരു കാര്യം തീർച്ചയായും ചെയ്യാവുന്നതാണ്. മറ്റുള്ളവരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റുള്ളവർ
നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നതായ ആ വ്യക്തികളെ, ആ ശത്രുക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. താഴ്ത്തി പറയുന്നത്, അതായത് നിങ്ങളെ താഴ്ത്തി പറയുന്നത് ഇഷ്ടമല്ല. പക്ഷേ പലപ്പോഴും അത്തരം കാര്യങ്ങൾ വിഷമത്തോടെയാണ് എങ്കിലും കേൾക്കേണ്ടതായ അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ആപത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരാം എങ്കിൽ പോലും അതെല്ലാം തട്ടിത്തെറിച്ച് പോകുവാനുള്ള സാധ്യതയാണ് കൂടുതൽ. തീർച്ചയായും നിങ്ങൾക്ക് സാമർഥ്യത്താൽ വിജയങ്ങൾ നേടുവാനോ അല്ലെങ്കിൽ അപകടങ്ങൾ തരണം ചെയ്യുവാനോ സാധിച്ചു എന്ന് പറയാം. കൂടാതെ ഈ സമയം ഉന്നതമായ പദവികൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അനാവശ്യമായ ചിലവുകൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതും നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളാകുന്നു. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. പല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. മറ്റുള്ളവർക്ക് ഇവരെ പെട്ടെന്ന് മനസ്സിലാകണം എന്നില്ല. എന്നാൽ ഭാവിയിൽ നിങ്ങളെ പലരും മനസ്സിലാക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. എന്നാൽ ആരെയും കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വിശ്വസിച്ചാൽ അവരെ ഒരിക്കലും കൈവിടുന്നവരല്ല നിങ്ങൾ. അതിനാൽ തന്നെ ശ്രദ്ധയോടെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രമായ വെങ്കടാചലപതിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. കഠിനാധ്വാനികൾ തന്നെയാണ് നിങ്ങൾ. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കഠിനാധ്വാനത്തിന് അനുസരിച്ചുള്ള ചില ഫലങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നിരീക്ഷണ ബുദ്ധിയുള്ളവരാണ് എന്നത് നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. എന്നാൽ നിഷ്കളങ്കരായ വ്യക്തികളാണ് പൊതുവെ നിങ്ങൾ. മറ്റുള്ളവരെ വളരെയധികം മനസ്സിലാക്കുകയും അവരുമായി ബന്ധപ്പെട്ട് അനുകൂലമോ പ്രതികൂലമോ ആയ കാര്യങ്ങൾ സംഭവിച്ചാലും അതിനെ തരണം ചെയ്യുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവർ, അതിന് കെൽപ്പുള്ളവരാണ് നിങ്ങൾ എന്ന കാര്യം ഓർക്കുക. അതിനാൽ വന്നു ചേരുന്നതായ പല ദുരിതങ്ങളും താൽക്കാലികമാണ് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഒരു കാരണവശാലും ഈശ്വരവിശ്വാസം നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. ഈശ്വരവിശ്വാസികൾ തന്നെയാണ് നിങ്ങൾ. അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പല അപകടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും കഠിനാധ്വാനത്താൽ പ്രതിസന്ധികളെ നേരിടുന്നവരാണ് നിങ്ങൾ എന്നതും വാസ്തവമായ കാര്യമാകുന്നു. അതിനാൽ പ്രതിസന്ധികളെ ധൈര്യപൂർവം നേരിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ വ്യക്തികൾ എന്ന പ്രത്യേകത നിങ്ങൾക്കുണ്ട്. മറ്റുള്ളവരോട് സ്നേഹം, ദയ എന്നിവ ജീവിതത്തിൽ പ്രകടമാക്കുന്നവരാണ് നിങ്ങൾ. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാം. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ശാന്തരും വിശ്വസ്തരുമാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് കണ്ണടച്ച് നിങ്ങളെ വിശ്വസിക്കുവാൻ സാധിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. എന്നാൽ ധനപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ തിരുപ്പതിയിൽ നിങ്ങൾ ദർശനം നടത്തേണ്ടതും അനിവാര്യമാണ് എന്ന് തന്നെ പറയാം. ധനപരമായ പെട്ടെന്നുള്ള ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരാം. അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ കർമ്മമേഖല, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ ആകാം. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. എന്നാൽ തിരുപ്പതിയിലെ ദർശനം മറക്കാതിരിക്കുക. ഭഗവാനെ ദർശിക്കുക. പുതിയ അവസരങ്ങൾ തന്നെ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. സാമ്പത്തികപരമായ ക്ലേശങ്ങളുണ്ട് എങ്കിൽ അത്തരം ക്ലേശങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. തീർച്ചയായും പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതിനാൽ തന്നെ അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ, പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകും എന്ന കാര്യവും ഓർക്കുക. അപ്രത്യക്ഷമായി തന്നെ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അഥവാ പുതിയ ഒരു വാതിൽ തുറക്കപ്പെടും എന്ന് തന്നെ പറയാം. മറ്റു ചില വ്യക്തികൾ ജീവിതത്തിലേക്ക് കടന്നു വരികയോ അവരുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുകയോ ചെയ്യാവുന്നതുമാണ്. കൂടാതെ ഈ സമയം ശരിയായ രീതിയിൽ തന്നെ
ഏതൊരു കാര്യത്തെയും നിങ്ങൾ സമീപിക്കേണ്ടത് അനിവാര്യമാകുന്നു. അതിനാൽ തിടുക്കം നിങ്ങൾ ഒഴിവാക്കി ഏത് കാര്യത്തെയും സമീപിക്കുക. ആത്മാർത്ഥതയുള്ളവരാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. ജീവിതത്തിൽ കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള വ്യക്തികൾ തന്നെയാണ് ഇവർ. എപ്പോഴും ഏത് പ്രശ്നത്തെയും സംയോജിതമായി തന്നെ നേരിടുവാൻ സാധിക്കുന്നതായ വ്യക്തികളാണ് നിങ്ങൾ. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും വളരെ ഇഷ്ടത്തോടെ ഇവർ പെരുമാറുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. യാഥാസ്ഥിതികരായി ചില അവസരങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് ഇവർ. ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷങ്ങൾ നൽകുന്ന ചില വ്യക്തികളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. തടസ്സങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു എന്നിരുന്നാൽ പോലും അതിൽ നിന്നും ചില കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരാം. വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ചില അവസരങ്ങളിൽ നിങ്ങൾ പതറിപ്പോകുന്നു. അത് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതായ ഒരു കാര്യം തന്നെയാകുന്നു. തീർച്ചയായും ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ, ഭഗവാനെ ഭജിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക.